ഓക്കെ ഗൈസ്, ഒരു ട്രേഡ് എടുക്കാനായിട്ട് പോവാണ്. ഈ ട്രേഡിൽ കിട്ടുന്ന പ്രോഫിറ്റ് എത്ര തന്നെ ആയാലും അത് മുഴുവനായിട്ടും പോകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവർക്ക് ഒരു സഹായം. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്, എന്തൊക്കെ അനാലിസിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്, ആൻഡ് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലാണ്. ആൻഡ് ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല, ഒരൊറ്റ 4 hour ക്യാൻഡിൽ മാത്രമേ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, ആ ഒരു 4 hour ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും, ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും ഒരു ബെയറിഷ് ക്യാൻഡിലായിരിക്കും എന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നുള്ളൂ. ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് പ്രൈസ് ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ആൻഡ് പ്രീവിയസ് ആയിട്ട് ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു പുതിയ ഹൈയർ ഹൈ ആണെന്ന് പറയാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു ലാസ്റ്റ് ഫോം ചെയ്യുന്ന 2 ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻസ് കിട്ടുന്നുണ്ട് ഈ 2 ക്യാൻഡിൽസിനും. ഓക്കെ, 2 ക്യാൻഡിൽസിനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ താഴ്ന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, താഴെ വരെ പോയിട്ട് അതെല്ലാം റിജക്ട് ചെയ്തുകൊണ്ട് പ്രൈസ് മേലേക്ക് പോകുന്നുണ്ട്. സോ അടുത്തതായിട്ട് ഫോം ചെയ്യാൻ പോകുന്ന 4 hour ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഞാനൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ലോങ് പൊസിഷനായിരിക്കും ഞാൻ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു 5 minutes ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. 5 minutes ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ അത് ഓൾറെഡി ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞു. ആൻഡ് ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഇത് ഒരു ഓർഡർ ബ്ലോക്കാണെന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൈസ് എവിടെ വരെ പോയിട്ടാണ് നിൽക്കാനായിട്ട് പോകുന്നത് നമുക്കറിയില്ല. അതായത് ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിൻ്റെ എൻഡിങ് എവിടെ വരെയാണ്, അതായത് പുതിയ ഹൈ ഇത് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് അറിയാനായിട്ട് പറ്റില്ല, നമുക്കറിയില്ല. സോ ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഏതൊരു ലെവൽ വരെ ഒരു റീട്രേസ്മെൻറ്റിന് സാധ്യതയുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ആൻഡ് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഞാനൊരു 3 minutes ടൈം ഫ്രെയിമിലേക്ക് ഇവിടെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ പ്രൈസ് ഇവിടെ നിന്നൊരു റിജക്ഷൻ പ്രൈസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എൻട്രി എടുക്കാം. ആൻഡ് നമ്മുടെ ഫിബൊനാച്ചി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഫിബൊനാച്ചി ടൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ 0.5 എന്ന് പറയുന്ന ലെവലിനും 0.618 എന്ന് പറയുന്ന ലെവലിനും ഇടയിലായിട്ടാണ് ഞാൻ 0.618 എന്ന് പറയുന്ന ലെവലിൽ ഞാൻ എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ഒരു ലെവലിലായിട്ട് ഞാൻ വെക്കുന്നുണ്ട്. 0.786 താഴെയായിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടാർഗറ്റ് ഞാനൊരു 0.27 ലെവലിന് താഴെയായിട്ട് ഞാൻ എൻ്റെ ടാർഗറ്റും സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എൻട്രി എടുക്കാറായിട്ടില്ല. നമുക്കിത് ഒരു കൃത്യമായിട്ടുള്ളൊരു ഹൈ ആണ്, അതിൽ ഒരു പുതിയൊരു സ്വിംഗ് ഹൈ ആണ് ഇതെന്ന് നമുക്ക് കൺഫേം ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പൊസിഷൻ സൈസിലേക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കാം. സോ എൻ്റെ ക്യാപിറ്റൽ ഞാനവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ റിസ്ക് പേഴ്സൻറ്റേജ് കൊടുക്കുന്നുണ്ട്. എൻ്റെ എൻട്രി പ്രൈസ് ഞാനവിടെ കൊടുക്കുന്നുണ്ട്. എൻട്രി പ്രൈസ് ആയിട്ട് വരുന്നത് 64,019 ആണ്. സോ എൻട്രി പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഞാനവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 0.3 ബിറ്റ്കോയിൻ ആണ് നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കേണ്ടത്. പക്ഷേ ട്രേഡ് എടുക്കാറായിട്ടില്ല, ഓർഡർ പ്ലേസ് ചെയ്യാറായിട്ടില്ല. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ ട്രേഡ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം. ക്ഷമയോട് കൂടിയിട്ടാണ് നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രേഡിങ്ങിൽ. ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ട്രേഡിങ്ങിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ട് തന്നെയുണ്ട്, ഒന്നും ചെയ്യാതെ നമ്മൾ സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുന്നത് പോലും ഒരു ടൈപ്പ് ട്രേഡിംഗ് ആണ്, അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, നമുക്ക് എൻട്രി കൃത്യമായിട്ട് കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. സോ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് പോവാണ്. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്താതെ പ്രൈസ് ഇപ്പോൾ ഈ പോകാൻ പോകുന്ന പോലെ ശക്തമായിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ചാടിക്കയറിയിട്ട് ആ ഒരു എൻട്രി ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കുകയൊന്നുമില്ല. നമ്മുടെ അനാലിസിനനുസരിച്ച്, നമ്മുടെ ആ ഒരു റൂൾസിനനുസരിച്ച്, നമ്മുടെ ട്രേഡിംഗ് റൂൾസിനനുസരിച്ച് മാത്രം ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളത് പോയിക്കോട്ടെ എന്ന് തന്നെ വയ്ക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മുടെ സ്വിംഗ് ഹൈ ചിലപ്പോൾ നമുക്ക് മേലേക്ക് കയറ്റി വെക്കേണ്ടതായിട്ട് വരും. കാരണം ഇതൊരു സ്വിംഗ് ഹൈ ആയിട്ട് വന്നില്ല, മേലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫിബൊനാച്ചി കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് നോക്കാം.
എന്തായാലും പ്രൈസ് ആക്ഷൻ കൃത്യമായിട്ട് ഫോം ആയിട്ടെ, നമുക്കതൊരു വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു സ്വിംഗ് ഹൈ ഫോം ആവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എൻട്രി കുറച്ച് മേലേക്ക് കയറ്റി വെക്കേണ്ടതായിട്ട് വരും. ഏകദേശം ഇവിടെയായിട്ട് നമ്മുടെ എൻട്രി ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ എൻട്രി പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. ഈ രീതിയിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും. ആൻഡ് ഈ രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ വരുന്നത്. ഒരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് അങ്ങനെയായാലും കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. മിക്കവാറും നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ട് നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് പ്ലാൻ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടും. ഇവിടുന്ന് അത്യാവശ്യം ഒരു 1:2 ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം. 4 hour ക്യാൻഡിൽ ഒരു 1 hour കൂടി ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോം ആവാനായിട്ട്. സോ ഈ ഒരു ക്യാൻഡിൽ ഇതിപ്പോൾ ഒരു ഹാമർ ക്യാൻഡിലായിട്ട് മാറുന്നുണ്ട്. സോ അടുത്തതായിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ രീതിയിലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യാനാണ് സാധ്യത കൂടുതലുള്ളത്. പക്ഷെ നമുക്ക് കൺഫേം ചെയ്യാറായിട്ടില്ല. നമുക്ക് നോക്കാം. ഒരു 1 hour കൂടി ഉണ്ട്. 1 hourന് ശേഷം നമുക്ക് ഏത് രീതിയിലാണ് ഇവിടെ സംഭവിക്കുക നമുക്ക് നോക്കാം. ഒരു 1 hour ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, 1 hourൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലൂടെ ഫോം ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ തന്നെയായിരിക്കും. സോ നമ്മുടെ ഡയറക്ഷൻ ലോങ് തന്നെയാണ്, നമ്മൾ ലോങ് പൊസിഷൻ തന്നെയാണ് എടുക്കാനായിട്ട് പോകുന്നത്. അതിന് കൃത്യമായിട്ടുള്ളൊരു കൺഫർമേഷൻ കിട്ടണമെന്ന് മാത്രം. ഓക്കെ, ആ കൺഫർമേഷന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് നമ്മുടെ ഡിസ്കൗണ്ട് സോണിലുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതാണ് വരുന്നത്. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെയായിട്ട് വയ്ക്കാം. ടാർഗറ്റ് ഇവിടെയായിട്ടും സെറ്റ് ചെയ്യാം. ഒരു 1:2 നമുക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെയായാലും. ഓക്കെ, നമുക്ക് ഈ ഒരു എൻട്രി തന്നെ നമുക്ക് നോക്കാം. സോ ഞാനിതിൻ്റെ പൊസിഷൻ സൈസിങ് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, 0.21 ക്വാണ്ടിറ്റി ഓഫ് ബിറ്റ് കോയിനാണ് നമ്മളിവിടെ ട്രേഡ് എടുക്കേണ്ടത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ. എന്തായാലും ഞാൻ നമ്മുടെ ട്രേഡ് എടുക്കാൻ ജസ്റ്റ് ഇവിടെ നമ്മുടെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ എൻട്രി പ്രൈസ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ബിങ്ക്സിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഏകദേശം പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. അല്ലാതെ വെറുതെ ഓർഡർ പ്ലേസ് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ട. ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് എത്തുമ്പോൾ ജസ്റ്റ് അവിടെ പോയിട്ട് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. മുന്നേ കൂട്ടി ഞാൻ എന്തായാലും ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നില്ല. വേറെ ഒന്നുമില്ല, നമുക്കിപ്പോൾ ചാർട്ട് നോക്കിയിരിക്കാനായിട്ട് ടൈമില്ലാത്തപ്പോൾ മാത്രം അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്ത് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ സമയം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ ചാർട്ടിന് മുമ്പിലിരിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളൊരു ഡേ ട്രേഡിങ് അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചാർട്ടിന് മുമ്പിലിരിക്കുന്നത്. സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഫ്രീഡാണ്. കൃത്യമായിട്ട് അലർട്ട് സെറ്റ് ചെയ്യുക ട്രേഡിംഗ് വ്യൂവിൽ. ആൻഡ് ആ ഒരു അലർട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ മാത്രം പോയിട്ട് അവിടെ ട്രേഡ് എടുക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിച്ചാൽ മതി. കുറച്ചുകൂടെ ഫ്രീഡം നമുക്ക് തരിക തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡിംഗ് ആണ്. പക്ഷേ ജസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോ പർപ്പസിനും അതുപോലെ തന്നെ ഈ ഒരു ഡൊണേഷന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, സാധാരണ ഞാൻ സ്വിംഗ് ട്രേഡ്സ് ആണ് എടുക്കാറുള്ളത്. ഡേ ട്രേഡിംഗ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മുടെ ലൈവ് ട്രേഡിംഗ് പ്ലേലിസ്റ്റിൽ തന്നെ അധികം വീഡിയോസ് വരാത്തത്. കുറച്ച് വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ വീഡിയോസ് വരാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, പ്രൈസ് ഇവിടെ ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് കാര്യമായിട്ടുള്ള റിജക്ഷൻസ് ഒന്നും കിട്ടുന്നത് കാണാനായിട്ടില്ല. സോ മിക്കവാറും നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നായിരിക്കും മിക്കവാറും പ്രൈസിനൊരു റിജക്ഷൻ കിട്ടാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഉറപ്പായിട്ടില്ല, നോക്കാം എന്തായാലും. ഓക്കെ ഗൈസ്, നമ്മുടെ ആ ഒരു ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് ടൈമായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഏകദേശം ഈ ഒരു ഓർഡർ ബ്ലോക്കിനടുത്തേക്ക് പ്രൈസ് എത്തിയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ എൻട്രി ഇവിടെ പ്ലേസ് ചെയ്യാം. സോ ഞാനിവിടെ ഓപ്പൺ ലോങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി. സോ ഞാൻ നമ്മുടെ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്, പ്രോഫിറ്റ് പ്രൈസ് എടുക്കുന്നുണ്ട്, ടാർഗറ്റ് പ്രൈസ് എടുക്കുന്നുണ്ട്. ഒരു $121 പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ട്രേഡ് വിൻ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു $60 നമുക്ക് ലോസ് വരികയാണെങ്കിൽ തന്നെ ലോസ് ആവുക. ഒരു $121 പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും കൃത്യമായിട്ടുള്ള ടാർഗറ്റും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇനി നോക്കിയിരിക്കുന്നതിൽ അർത്ഥമില്ല. സോ എന്താണ് ഈ ഒരു ട്രേഡിന് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്, അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രേഡ് റൺ ആവുന്നതിനിടയിൽ ചെറിയൊരു കാര്യം കൂടെ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം തന്നെയാണ്.
നിങ്ങൾക്ക് ഓൾറെഡി ബിംഗെക്സിൽ അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ ലിങ്ക് വെച്ചുകൊണ്ട് എൻ്റെ റെഫറൽ ലിങ്ക് വെച്ചുകൊണ്ട് നിങ്ങൾ ബിംഗെക്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു $500 ട്രേഡ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ബോണസാണ്. ആ $500 കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ $500 വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. ആ $500 ട്രേഡ് ചെയ്തുകൊണ്ട് ആ എമൗണ്ട്, ആ ട്രേഡിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് കുറച്ച് ഫണ്ട് കിട്ടുന്നു. അതിൽ നിന്നും നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വളരെ അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ്. 500 ഫ്യൂച്ചേഴ്സ് പൊസിഷൻ എയർ ഡ്രോപ്പ് ബിംഗെക്സ് കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ്. നിങ്ങൾക്ക് നമ്മുടെ റെഫർ ലിങ്ക് വെച്ചുകൊണ്ട്, ഞാൻ താഴെ റെഫർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്ക് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു റെഫറൽ ID വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ബിംഗെക്സിൽ അക്കൗണ്ട് ഉണ്ട്, എൻ്റെ റെഫറലിലെല്ലാം നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് എൻ്റെ റെഫറിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. നേരെ ബിംഗെക്സിൽ പോയിട്ട് മേലുള്ള ആ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ ആ ഒരു UID ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു പ്രൊഫൈലിൻ്റെ പേജ് ഉണ്ടല്ലോ, ആ പേജിലേക്ക് പോവുക. എൻ്റെ അതിൽ ഏറ്റവും താഴെ മൈ റെഫറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ പോയിട്ട് നിങ്ങൾക്ക് നമ്മുടെ റെഫറൽ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ റെഫറലിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് നമ്മുടെ റെഫറലിൻ്റെ അണ്ടറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതിന് പറയുന്ന ക്രൈറ്റീരിയ, ഈ ഒരു ക്യാമ്പയിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ക്യാമ്പയിൻ പീരീഡ് വരുന്നത് 31 ജൂലൈ മുതൽ ഓഗസ്റ്റ് 13 വരെയാണ്. ക്യാമ്പയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് KYC ലെവൽ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ KYC ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഒരു $100 നിങ്ങൾ ആദ്യമേ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡെറിവേറ്റീവ്സിൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ടോക്കണിൽ ഒരു 25x ലിവറേജ് വെച്ചുകൊണ്ട് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു എൻട്രി ക്രൈറ്റീരിയ, ഈ ഒരു ക്യാമ്പയിൻ്റെ ക്രൈറ്റീരിയാസ് ആയിട്ട് വരുന്നത്. സോ അത് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു $500 വരെ ഫ്യൂച്ചേഴ്സിലേക്ക് നിങ്ങൾക്ക് ഒരു എയർ ഡ്രോപ്പ് കിട്ടുന്നതായിരിക്കും. എയർ ഡ്രോപ്പ് വൗച്ചർ നിങ്ങൾക്ക് റിവാർഡ് ഹബിൽ പോയിട്ട് നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റിവാർഡ് കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അത് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന യൂസേഴ്സിനായിരിക്കും ഈ ഒരു ക്യാമ്പയിനിൽ കിട്ടുന്ന ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് റിവാർഡ് ഉണ്ടായിരിക്കുക. സോ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫണ്ടാണ്, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രേഡ് ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഈ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആവാനായിട്ട്, ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ആവാനായിട്ട്. ഒരു 2 മണിക്കൂർ 39 മിനിറ്റോളം, ഒരു 2 മണിക്കൂർ 40 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഈ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആവാനായിട്ട്. ആൻഡ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഒരു $126 നമുക്കിവിടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഒരു 126.227 USDT ആണ് നമുക്കിവിടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം ഒരു 15,548.34 ഇന്ത്യൻ റുപ്പീസാണ് വരുന്നത്. സോ നമ്മൾ ഈ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ ഡൊണേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ CMDRFൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ ഡൊണേറ്റ് ആസ് ഇൻഡിവിജ്വൽ കൊടുക്കുക. ആൻഡ് നമ്മുടെ പേയ്മെൻറ്റ് ടൈപ്പ് ഞാൻ UPI പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക, നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആൻഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് 10,548.34 ആൻഡ് ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേ ചെയ്യാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, സോ നമ്മുടെ വക ചെറിയൊരു സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തീർച്ചയായിട്ടും സഹായങ്ങൾ നൽകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എന്തെങ്കിലും രീതിയിലുള്ളൊരു ഉപകാരം ഈ ഒരു വീഡിയോ കൊണ്ട് ഉണ്ടാവും. ഇപ്പോൾ ചാർട്ട് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായാലും എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുമെന്ന് വിശ്വസിക്കുകയാണ്. സോ ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.